ഗെയ്സ്, അപ്പോൾ ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗെയ്സ്. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറടി. സോ എന്തായാലും ഉള്ള ജോലിയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പോയി ഗെയ്സ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കാം ഗെയ്സ്. നമുക്ക് മൈക്കിളിനെ വിളിച്ച് നോക്കാം. എടാ മൈക്കിളെ, നീ ഫ്രീ ആണോ? എടാ ഇത്തിരി തിരക്കുണ്ടോ, പറഞ്ഞോ, എന്തോ കാര്യം എന്തോ? എടാ ഒന്നുമില്ല, ഞാനേ വീട്ടിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ നിന്നെ വിളിച്ചാൽ ഇങ്ങോട്ടൊന്ന് വന്ന് നമുക്കൊന്ന് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എടാ അത് ഇപ്പോൾ സമയമില്ലടാ, ഞാനേ പുറത്താണ്, ബിസിനസ് പരമായിട്ട് ഞാൻ പുറത്ത് കുറച്ച് ആവശ്യങ്ങൾക്ക് പോയതാ. നമുക്ക് പിന്നെ കൂടാം. ഇപ്പോൾ എന്തായാലും നീ വെച്ചോ. ആടാ ശരിയടാ. ഗീസ്, ഇപ്പോൾ നമ്മുടെ മൈക്കിളിനെ വിളിച്ചപ്പോൾ മൈക്കിൾ പറഞ്ഞു അവൻ ഇത്തിരി തിരക്കാന്ന്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയിപ്പോൾ ആരെ വിളിക്കാനാണ്, നമുക്ക് ട്രെവറിനെ വിളിച്ചു നോക്കാം. ട്രെവർ നമ്മളെപ്പോലെ ജോലിയൊന്നും ഇല്ലാതിരിക്കില്ല, അപ്പോൾ നമുക്ക് എന്തായാലും ട്രെവറിനെയും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എടാ ട്രെവറെ, നീ ഒന്ന് വീട്ടിലോട്ട് വരാമോ? എന്തോടോ ഇത്തിരി തിരക്കുണ്ട്, എന്താ കാര്യം? എന്തോ തിരക്കാ? നിനക്കെന്ത് തിരക്ക്? അത് ഞാൻ ചെറിയൊരു ബിരിയാണി കട ഇട്ട്, ഞാൻ ആരോടും പറയാതെ ഇട്ടതാണ്, അതുകൊണ്ട് നീ അറിഞ്ഞു കാണത്തില്ല. ഞാൻ ചെറുതായിട്ടൊരു ചെറിയ രീതിയിലൊരു ബിരിയാണി കട ഇട്ടായിരുന്നു. നീ ബിരിയാണി കട ഇട്ടിട്ട് ആരോടും പറഞ്ഞില്ല? ഞാൻ ആരോടും പറഞ്ഞില്ലടാ. കാരണം എപ്പോഴും ഞാൻ ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോവില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പിന്നെ ഇതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കളിയാക്കും. അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതിനെക്കാട്ടിലും പൊട്ടിയാലും ആരും അറിയാൻ പോകുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാനാട്ടോ. എടാ എന്നാലും നീയും ഇപ്പോൾ ജോലിയായി, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പോൾ ജോലി ഇല്ലാത്ത? നീ മാത്രമേ ഉള്ളൂ, അത് പിന്നെ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പോയതല്ലേ. അത് വിട്ടോളാം. ഇപ്പം നിനക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലേ? എടാ അതില്ലടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വരുമോ? അപ്പോൾ എനിക്കും ഒരു കൂട്ടാവും ബിസിനസ്, അതായത് ഇപ്പോൾ ബിരിയാണി വിൽക്കാനായിട്ട് ഒരാൾ സഹായത്തിനാവും, നിൻ്റെ ബോറടിയും മാറും. അത് നല്ല ഐഡിയ. അപ്പം ഞാൻ അങ്ങോട്ട് വരാം അല്ലേ? ആടാ വാ. അപ്പോൾ എവിടെയായിട്ടാ നിൻ്റെ ഈ കട? എടാ അത് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിലായിട്ടാ. എന്നാൽ ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം. ഗെയ്സ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. അവനാണെങ്കിൽ നമ്മളെ വിളിച്ചു, എൻ്റെ എന്തോ നമ്മുടെ ബോറടിയും മാറും, അവന് ഈ പറഞ്ഞ പോലെ സഹായം ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നു. ഇപ്പം എന്തായാലും അവനെങ്കിലും രക്ഷപ്പെടട്ടെ, നമ്മളൊന്ന് പോയി സഹായിച്ചേക്കാം. എന്തായാലും നമ്മളിവിടെ ബോറടിച്ചിരിക്കുന്നു, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പം എന്തായാലും പോയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേസ്. ഓക്കെ കേസ്, ഇപ്പം നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെവർ ഇവിടെ ആയിട്ടാണ് ബിരിയാണി കട ഇട്ടിരിക്കുന്നത്, അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിലായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലക്കി വെജ് ബിരിയാണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് കുറേ ഏതൊക്കെ ബിരിയാണി ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ ബിരിയാണിയൊക്കെ ഉണ്ട്. ട്രെവർ ആയത് വലിയ സെറ്റപ്പാണല്ലോ. ആടോ, അത് പിന്നെ ഇത്തിരി കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി രീതിയിൽ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. കൊള്ളാം. അപ്പോൾ എന്തായാലും നീ എന്താ ഇപ്പോൾ അവിടെ ആരെയും കാണുന്നില്ലല്ലോ? എടാ അത് സമയമാവുന്നേ ഉള്ളൂ, ഇപ്പോൾ 11:30 ആയിട്ടല്ലേ ഉള്ളൂ. ഒരു 12 മണിയൊക്കെ ആവണോടാ ബിരിയാണി വാങ്ങിക്കാൻ വരാൻ വേണ്ടിയിട്ട്. ഓ ശരിയാ, ഇത് ബിരിയാണി കട ആയതുകൊണ്ട് ഉച്ച സമയമൊക്കെ ആവണം ആളുകൾ വരാൻ, ഞാനത് വിട്ടുപോയി. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിനി ആളുകൾ വരുന്നവരും വെയിറ്റ് ചെയ്യാം. ഗീസ്, ഇപ്പോൾ ഒരു അരമണിക്കൂർ നിന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ട്. സോ നമുക്ക് ഇവർക്കെല്ലാം വേഗം ബിരിയാണി കൊടുക്കാം ഗീസ്. ഓക്കെ ചേട്ടാ, ബിരിയാണി ചേട്ടാ, ചിക്കൻ ബിരിയാണി വേണം ചേട്ടാ, മട്ടൻ ബിരിയാണി തരാം ചേട്ടാ, എല്ലാവർക്കും തരാം. അപ്പോൾ ഗീസ് പെട്ടെന്ന് നമുക്ക് ഇവർക്കൊക്കെ ബിരിയാണി കൊടുത്തിട്ട് വേഗം വരാം ഗീസ്. ഓക്കെ ഗീസ്, ഇപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും എല്ലാം നമ്മൾ ആളുകൾക്ക് വിറ്റ് നമ്മുടെ ഈ ബിരിയാണി ചെമ്പ് ഫുൾ കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രെവറെ ഹാപ്പി അല്ലേ? ആടാ, നീയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കച്ചവടമൊക്കെ തീർന്നു, ഇല്ലെങ്കിൽ പിന്നെ ഇനിയും കുറേ ഇരിക്കേണ്ടി വന്നേനെ. ആളുകളൊക്കെ കുറേ പേർക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊടുത്തു വിടാൻ വേണ്ടി പറ്റി, ഇല്ലെങ്കിൽ ഇവിടെ വലിയ തിരക്ക് കൂടിക്കൊണ്ടിരുന്നേനെ. അധികം ആൾക്കാരെ നിർത്താതെ നീ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണി തീർന്നു. എന്തായാലും ഒരു ജോലിക്കാരനെ വെക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നീ വന്നപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യം നന്നായി. എന്തായാലും അടുത്ത ആഴ്ച ജോലിക്കാരൻ വരത്തുള്ളൂ, നമ്മൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നീ വിളിച്ചോണ്ട് നിന്നെ ഇപ്പം ഇങ്ങോട്ട് വരുത്തിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നിൻ്റെ ബോറടിയൊക്കെ മാറിയല്ലോ. എൻ്റെ ബോറടിയൊക്കെ മാറി, നിൻ്റെ കച്ചവടവും നടന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് പോയേക്കട്ടെ. ആടാ, പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ബിരിയാണി നിൻ്റെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആടാ ശരിയടാ. അപ്പോൾ എന്തായാലും നല്ല വിശപ്പൊക്കെ ഉണ്ട്, എന്തായാലും വീട്ടിൽ പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. ഓക്കെ, അപ്പോൾ ട്രെവറെ പിന്നെ കാണാം. ഓടാ ശരിയടാ, പിന്നെ കാണാം.
ഗെയ്സ് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇവിടെയായിട്ട് എത്തി ഗെയ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത തോന്നി, അതായത് നമ്മളിപ്പോൾ അവിടെ പോയി ബിരിയാണിയൊക്കെ വിറ്റപ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു ജോലി എന്ന് തോന്നി, ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു ജോലി. കാരണം നമുക്കിപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പോൾ എനിക്ക് മാത്രമേ ജോലി ഇല്ലാത്തുള്ളൂ, മൈക്കിളിനും ട്രെവറിനും ജോലിയായി. സോ അതുകൊണ്ട് തന്നെ നമുക്കും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ വേണം. സോ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ജോലി ചെയ്യാം എന്ന് ഞാൻ ആലോചിക്കട്ടെ. എനിക്കാണെങ്കിൽ നേരെ ചൊവ്വ ഇപ്പം പാചകം ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ രീതിയിൽ ഫുഡ് ടൈപ്പ് അങ്ങനെ വല്ലതുമൊക്കെ നോക്കാം, അല്ലാതെ വേറൊന്നും പറ്റത്തില്ല. അതാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. കുഴപ്പമുണ്ടെന്നാലും പ്രശ്നമില്ല. നമുക്ക് ഇപ്പം അവിടെ പോയി ചെയ്തപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിൽ ചെയ്യാനാണെങ്കിൽ എനിക്കാകപ്പെടെ ചായ വയ്ക്കാൻ അറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചായ വയ്ക്കാനായിട്ട് നല്ല രീതിയിലൊന്ന് വലിയ കുഴപ്പമില്ലാത്ത ചായയൊക്കെ വയ്ക്കാൻ എനിക്ക് പറ്റും. വേറൊന്നും ബിരിയാണിയൊന്നും ഉണ്ടാക്കാനായിട്ട് അത്രയ്ക്കുള്ള കഴിവൊന്നും എനിക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ അവൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. സോ അതേപോലെ നല്ല ടേസ്റ്റിലുണ്ടാക്കണം, ചുമ്മാ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഗെയ്സ്, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ചായക്കട തന്നെ തുടങ്ങുമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ചായക്കട എവിടെ കൊണ്ട് തുടങ്ങുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ അവൻ്റെ ബിരിയാണി പോലെ തന്നെ ഒരു ചെറിയ വണ്ടി സെറ്റപ്പ്, ഒരു ഉന്തുവണ്ടി സെറ്റപ്പിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തോട്ടൊക്കെ മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലം നമുക്ക് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം ഗെയ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം ഗെയ്സ്. അവിടെ സ്ഥലമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് വേഗം വരാം ഗെയ്സ്. അവിടെ നമുക്ക് വേറെ ആളുകളൊന്നും അവിടെ ചായ ഒന്നും വിൽക്കുന്നില്ല. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് വരാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലായിട്ട് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് നമ്മുടെ ആരെയും കാണുന്നൊന്നുമില്ല. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ആളുകളൊന്നും വരുന്നൊന്നുമില്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ട്രെയിനും കാര്യങ്ങളൊന്നും അധികമൊന്നും വരത്തൊന്നുമില്ല. ഇവിടെ നിന്ന് ആരും അങ്ങനെ ട്രെയിനിലൊന്നും അധികം പോകത്തില്ല ഗെയ്സ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ, മാത്രമല്ല ഈ ഒരു സ്റ്റേഷനിൽ 2 ട്രെയിനൊക്കെ വരത്തുള്ളൂ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തൽക്കാലം ഇട്ട് നോക്കാം. നമുക്ക് സാധാരണ ചായക്കട എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് വരാം ഗെയ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സതീശനെ വിളിച്ചിട്ട് നമ്മുടെ ആ ഒരു ഉന്തുവണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സതീശനെ ഒന്ന് വിളിക്കട്ടെ ഗെയ്സ്. ഓക്കെ, ഹലോ എടാ സതീശാ. പറഞ്ഞോടാ ഫ്രാങ്ക്ലിൻ, എന്താടാ? എടാ ഒന്നുമില്ല, അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. നിൻ്റെ കയ്യിൽ ഈ മറ്റേ ഉന്തുവണ്ടി വല്ലതും കാണുവാടാ? ഈ ചായയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉന്തുവണ്ടിയോ? ഉണ്ടോ. എന്താ നിനക്കിപ്പോൾ ചായക്കട തുടങ്ങാൻ പോവാ? ആടാ, ചെറിയ രീതിയിലൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീ ഒരു വണ്ടി ഒന്ന് കൊണ്ടുവരാമോ? പിന്നെന്താടാ, കൊണ്ടുവരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ. നാളെ രാവിലെ കൊണ്ടുവരാൻ നോക്കി. ഇന്ന് വൈകുന്നേരം ഇത്തിരി തിരക്കുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും നീ അഡ്വാൻസ് കഴിച്ചേക്ക്. ഞാനേ സാധനം എടുത്തിട്ട് ഞാൻ നാളെ രാവിലെ കൊണ്ടുവരാം. ശരിയടാ ഗെയ്സ്. അപ്പോൾ അവൻ നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും പേടിക്കാനൊന്നുമില്ല. നമുക്ക് സാധനം അവൻ കൊണ്ടുവരും. പിന്നെ നമുക്ക് ഈ കുറച്ച് തേയിലയും പാലൊക്കെ വാങ്ങിച്ച് വെക്കണം ചായ ഉണ്ടാക്കാനായിട്ട്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവൻ വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ അകത്തോട്ട് വന്ന് കിടക്കട്ടെ. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ അവൻ കൊണ്ടുവന്നത് കുറേ നേരമായി. കുഴപ്പമൊന്നുമില്ല, ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. വേഗം കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ. എടോ ഫ്രാങ്ക്ലിന്, ഇതാരാണ് ഈ രാവിലെ വിളിക്കുന്നത്? ഇതാരാണ്? ഇത് സതീശനല്ലേ? എടാ സതീശ, എന്താ ഈ സാധനം കൊണ്ടുവന്നോ? എടാ സാധനമൊക്കെ അതേ നിൻ്റെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഒതുക്കി വെച്ചത്, നനയുണ്ടല്ലോ എന്ന് വിചാരിച്ച്. വെള്ളമൊന്നും കയറത്തില്ല, എന്നാലും പുതിയതായിട്ട് കൊണ്ടുവന്നതല്ലേ. അതിപ്പം മഴ പെയ്ത് ചുമ്മാ ഇതാവണ്ട, അതുകൊണ്ട് അവിടെ ഒതുക്കി വെച്ച്. ഇപ്പോൾ എന്തായാലും നീ എടുത്തു. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോട്ടെ. ശരിയടാ ഗീസ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ചായക്കട, ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ അവൻ. കൊള്ളാം. അപ്പോൾ അവൻ എന്തായാലും അവൻ പോയിട്ടില്ല, അവിടെ നിൽപ്പുണ്ട്. ഓക്കെ എടാ, നീ എല്ലാം സെറ്റായല്ലേ? ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു ഇതിനകത്ത്. നീ ഇനിയിപ്പോൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്തായാലും നന്നായി. ഇനിയിപ്പം ചായ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അതിനകത്തുള്ള എല്ലാ സാധനവും അതിനകത്ത് തന്നെ ഉണ്ട്.
എടോ ഫ്രാങ്ക്ലിന്, പിന്നെ നീ എന്നോടൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഫുൾ സാധനവും സെറ്റാക്കിയിട്ടുണ്ട്, ഗ്ലാസും പാത്രവും എല്ലാം. ഇനി നീ ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. ആടാ, അത് നല്ല കാര്യം. എന്തായാലും പൈസ ഞാൻ ജീപ്പ് ചെയ്തേക്കാം കേട്ടോ. ഓടാ ശരിയടാ, എന്നാൽ പിന്നെ ഞാൻ പോവാം. മഴയല്ലേ, ഞാൻ കൊണ്ടാക്കണം. അല്ല കുഴപ്പമില്ലടാ, ഞാൻ പോയിക്കോളാം. ഗീസ്, ഇപ്പോൾ നമ്മുടെ സതീശനൊക്കെ പോയിട്ടുണ്ട്. അവനോട് നമ്മൾ ചായ ജസ്റ്റ് ഇത് മാത്രം സെറ്റാക്കി തരാം, വണ്ടി മാത്രം സെറ്റാക്കി തരാൻ പറഞ്ഞപ്പോൾ അവൻ അതിനകത്ത് ഫുള്ള് സെറ്റാക്കി, പാത്രവും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ മഴയാണ്, ഈ മഴയൊക്കെ മാറിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇറങ്ങാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മഴയൊക്കെ മാറിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ചെറിയൊരു പ്രശ്നം പറ്റി. അതായത് ഈ മഴ കാരണം നമുക്കിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. മഴ മാറിയത് ഇപ്പോഴാണ്, അതാകുമ്പോൾ രാത്രിയായി. ഇനിയിപ്പോൾ നമുക്ക് എവിടെയും പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പകലേ വലിയ തിരക്കൊന്നുമില്ല, അപ്പോൾ പിന്നെ രാത്രി ആരും കാണത്തൊന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നാളെ രാവിലെ പോകാം. ഓക്കെ, അതാകുമ്പം രാവിലെ തന്നെ അങ്ങ് തുടങ്ങാം, കുഴപ്പമില്ല. രാത്രി അങ്ങ് പോകണ്ട. നാളെ നമുക്ക് ഫസ്റ്റ് തുടങ്ങുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ അങ്ങ് തുടങ്ങാം, അതാണ് നല്ലത്. സോ എന്തായാലും നാളെ രാവിലെ നമുക്ക് നേരെ ഈ വണ്ടിയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കച്ചവടം തുടങ്ങാം കേസ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പോയി കിടക്കാം. അപ്പോൾ ശരി, നാളെ രാവിലെ കാണാം കേസ്. ഓക്കെ കേസ്, അങ്ങനെ വീണ്ടും ഒരു സുപ്രഭാതമായിരിക്കുന്നു. നമ്മൾ രാവിലെ തന്നെ എണീറ്റു. സോ ഇന്നാണ് നമ്മൾ കച്ചവടത്തിന് പോകാനുള്ള ദിവസം. സോ ഇന്ന് നല്ല ആകാശമൊക്കെ തെളിഞ്ഞ് മഴയൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. സോ ഇപ്പം തന്നെ നമുക്ക് വേഗം നമ്മൾ റെഡിയൊക്കെ ഇറങ്ങി കേസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം കേസ്. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റേഷനിലാണെങ്കിൽ ആരെയും കാണുന്നില്ല. നമ്മൾ രാവിലെ വന്നുകൊണ്ടായിരിക്കും, കുറച്ച് നേരം കഴിയും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരമൊക്കെ അങ്ങനെ ട്രെയിനൊക്കെ പോകത്തുള്ളൂ. കൃത്യ സമയമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നല്ല രീതിയിൽ കച്ചവടമൊക്കെ കിട്ടിയാലോ, മിക്കവാറും കിട്ടും, കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ റെയിൽവേ സ്റ്റേഷനല്ലേ. സോ ഈ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ആളുകൾ വരുമ്പം ചായയൊക്കെ വാങ്ങിക്കാനായിട്ട് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. ചേട്ടാ ഒരു ചായ. ഇതാരാ? അത് ഫസ്റ്റ് കസ്റ്റമറായിട്ട് ഗേസ് ഒരാൾ വന്നിട്ടുണ്ട്. സോ അയാൾക്ക് ചായ കൊടുക്കട്ടെ ഗേസ്, വന്നിട്ട് വരാം ഗേസ്. ഓക്കെ ഗേസ്, ഇപ്പോൾ അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ വലിയ രീതിയിൽ ഒരു കച്ചവടം നടന്നില്ല. ഫസ്റ്റ് ദിവസം തന്നെ ആകെപ്പാടെ 2-3 പേരൊക്കെ വന്നുള്ളൂ ചായ വാങ്ങിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ വലിയ കച്ചവടമൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും വരത്തില്ലെന്ന്. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊതുവേ ഈ പറഞ്ഞ പോലെ ചായക്കടകളൊക്കെ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം. നാളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം ഗേസ്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം ഗേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നോക്കാം ഗേസ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ ഇന്ന് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയിട്ട് കച്ചവടം ചെയ്തെന്ന് തോന്നുന്നു ഗേസ്. അപ്പോൾ അവിടെ ആകുമ്പോൾ പോലീസ് ആരെങ്കിലും വാങ്ങിച്ചോളും. സോ എന്തായാലും ഇന്നലത്തെക്കാട്ടിലും നല്ല അവിടെ പോകുന്നതായിരിക്കും. അവിടെ ഒന്നും നടന്നില്ല. അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് വാങ്ങിക്കുമായിരിക്കും. നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് വല്ലതും പോയിട്ട് നമുക്ക് കച്ചവടം ചെയ്ത് നോക്കാം ഗേസ്. ഒക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം ഗേസ്. ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കാറും കൊണ്ട് ആദ്യം ഇവിടെ വന്ന് നമ്മുടെ സ്ഥലമൊക്കെ നോക്കി. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ആളുകൾ വരുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് നേരം പിടിക്കും, വൈകുന്നേരമൊക്കെ ആവും ഗേസ് ആളുകൾ വരാം. വെയിറ്റ് ചെയ്യാം നമുക്ക്. ചേട്ടാ ചായ വേണം, ചേട്ടാ ചായ. കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ തിരക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇവർക്കൊക്കെ ചായ കൊടുത്തിട്ട് വരാം ഗേസ്. ഓക്കെ ഗേസ്, അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗേസ്. അവർക്കെല്ലാം നമ്മൾ കുറേ ആളുകൾ ഇന്ന് ചായ വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടന്നു ഗേസ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവിടെ തന്നെ വന്നാൽ മതിയായിരുന്നു. നമ്മൾ വെറുതെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. സോ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് കാണാം ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗേസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കച്ചവടമൊക്കെ കിട്ടി. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പം നാളെ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.